ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫ ദിവസത്തിലെ നോമ്പ് എന്ന ഹദീസിന് പുതിയ അർത്ഥവും വ്യാഖ്യാനവും കൊടുക്കാൻ പാടുണ്ടോ? ഇതെൻ്റെ ഒരു ലളിതമായ ചോദ്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അറഫ ദിവസത്തിലെ നോമ്പ് എന്ന ഹദീസിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്നാണെങ്കിൽ, സഹാബികൾ റളിയല്ലാഹു അൻഹും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മക്കയിൽ നിന്ന് വിദൂരം പോയപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പ് നോക്കേണ്ടതുണ്ടല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ സഹാബികൾ റളിയല്ലാഹു അൻഹും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മക്കയിൽ നിന്ന് വിദൂരം പോയപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്നതെന്നാണെന്ന് അറിയാൻ അന്നത്തെ കാലത്ത് ഒരു മാർഗവും ഇല്ലായിരുന്നല്ലോ. അതേപോലെ മദീനത്തു നിന്നും സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ടുണ്ടല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സ്വാഭാവികമായും അവർ നോമ്പ് നോറ്റത് അവർ ചെന്നെത്തിയ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതിൽ തർക്കമുണ്ടാവില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പണ്ഡിതന്മാരും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ഇബ്നു മുഹമ്മദ് ആലു ഷെയ്ഖ് പറയുന്നു, വമിൻഹും മൻ യഖൂലു കാന സലഫു ഫീമാ മലാ യസൂം കുല്ലു ഉനാസിൻ അലാ ഖദ്രി റുയ്യത്തിഹിം. അവരിൽ ചിലർ പറയുന്നു, അഥവാ പണ്ഡിതന്മാർ പറയുന്നു, മുമ്പ് കഴിഞ്ഞുപോയ സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരിൽ ഓരോ ജനസമൂഹവും അവരുടെ കാഴ്ചക്കനുസരിച്ചായിരുന്നു നോമ്പ് നോറ്റിരുന്നത്. ഇത് അദ്ദേഹം ഫത്താവ നൂർ അലാ ദർബ് അതിൽ കാണാം. അത് കിതാബു സിയാമ് ബാബു മാ യുഫ്സിദു സൗം വയൂജബു അൽ കഫാറ ഹുക്മുൽ ഇഅ്തിമാദി അൽ ഹിസാബിൽ ഫുൽഖി. അപ്പോൾ അറഫ ദിവസത്തിലെ നോമ്പിനെ സഹാബികൾ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം, അറഫ ദിവസത്തെ നോമ്പിൻ്റെ ഹദീസിൻ്റെ അർത്ഥം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ എല്ലാം പഠിപ്പിച്ചത്. ഇനി ആധുനിക സാങ്കേതിക വിദ്യകൾ വരുന്നതോടെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹദീസിൻ്റെ അർത്ഥം മാറുകയില്ലല്ലോ. അപ്പോൾ നോമ്പ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോക്കേണ്ടത് എന്ന പുതിയ അർത്ഥം പാടുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് സഹാബികൾ റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം ആരാധനയുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അർത്ഥവും വ്യാഖ്യാനവും. അതിന് പുതിയ അർത്ഥം കൊടുത്ത് പുതിയ രീതിയിൽ അമൽ ചെയ്യാൻ പാടുണ്ടോ? കാരണം ദീൻ പൂർണ്ണമായി എന്ന് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ മാഇദ 3-ാം വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിയാൻ കഴിയും എന്ന് പറഞ്ഞ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്ന പുതിയ അർത്ഥം കൊടുക്കാൻ പാടുണ്ടോ? എൻ്റെ ചോദ്യമാണ്, ലളിതമായ ചോദ്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അർത്ഥം കൊടുത്തു എന്നതിന് തെളിവെന്താണ്? ബാറക്കല്ലാഹു ഫീക്കും. കാരണം അങ്ങനെ ഒരു അർത്ഥം കൊടുത്താൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വിദൂരം പോയ സഹാബികൾ റളിയല്ലാഹു അൻഹും എങ്ങനെ അമൽ ചെയ്യും? ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എപ്പോഴാണ് എന്ന് അവർക്ക് അറിയാൻ സാധ്യമല്ലല്ലോ. ഇനി അന്ന് അറിയാൻ സാധ്യമായിരുന്നില്ല, അതുകൊണ്ടാണ് അവർ പ്രാദേശിക അടിസ്ഥാനത്തിൽ നോറ്റത് എന്നാണ് വാദമെങ്കിൽ, ആ വാദം വലിയ അബദ്ധമല്ലേ? കാരണം
ഇന്ന് നമ്മൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഹദീസ് മനസ്സിലായത്. സഹാബികൾ റളിയല്ലാഹു അൻഹും തെറ്റായി മനസ്സിലാക്കിയെന്ന് വരില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് പഠിപ്പിച്ചത് കൊണ്ടാണെന്നും വരില്ലേ? ഔദു ബില്ലാഹ്. അള്ളാഹുവിൽ അഭയം തേടുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. ഒരു ഹദീസ് നമുക്കാണ് ആരാധനയായി ബന്ധപ്പെട്ട ദീൻ പൂർത്തിയാക്കി കഴിഞ്ഞു, പൂർണ്ണമാക്കി കഴിഞ്ഞു. ആരാധന എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മക്കാണ് ആരാധനയുടെ ഹദീസ് മനസ്സിലായത്. അവർക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളൊരു പുതിയ രീതിയിൽ അമല് ചെയ്യുക, അവർ ചെയ്തതിന് ഭിന്നമായെന്ന് പറയുമ്പോൾ ഔദു ബില്ലാഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് പഠിപ്പിച്ചത് കൊണ്ടെന്ന് വരുന്ന അവസ്ഥ വരും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞു? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ സഹാബാക്കൾ ചോദിക്കാറുമുണ്ടല്ലോ, അന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തെളിവുണ്ടോ? ഭാവിയിൽ നിങ്ങൾക്ക് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം അറിയാൻ സാധിക്കും. പക്ഷെ ഇന്ന് അതിന് സാധ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നോറ്റാൽ മതിയെന്ന് പറഞ്ഞതിന് തെളിവെവിടെ? തെളിവുണ്ടോ? ഇല്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി യൗമു അറഫ അഥവാ അറഫ ദിവസം എന്ന ഹദീസിൽ വന്നതിന് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എന്ന് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ചിലർ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പ് നോക്കണമെന്ന് പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അങ്ങനെ അമൽ ചെയ്തിട്ടില്ല. അവർക്കത് സാധിക്കില്ല എന്നും വ്യക്തമാക്കിയല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി യൗമു അറഫ അഥവാ അറഫ ദിവസം എന്നത് ദുൽഹജ്ജ് 9 പേരാണ്. വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ എന്ന പോലെ വെള്ളിയാഴ്ച മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. എന്നാൽ കോവിഡ് കാലത്ത് മസ്ജിദുകൾ അടച്ചപ്പോൾ നാം മസ്ജിദിൽ ഒരുമിച്ച് കൂടിയില്ലല്ലോ. എന്നാലും ആ വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് യൗമുൽ ജുമുഅ എന്ന് തന്നെയാണ് പേര്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 അറഫ ദിവസം എന്ന് തന്നെയാണ് പറയുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സൗദിയിൽ പെരുന്നാളും ഇവിടെ ദുൽഹജ്ജ് 10ഉം ഇവിടെ ദുൽഹജ്ജ് 9 നോമ്പും ആയാൽ ചിലർ പറയും നോമ്പിൻ്റെ അന്ന് എങ്ങനെ പെരുന്നാൾ എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ വരുന്നില്ല. കാരണം നോമ്പിൻ്റെ അന്ന് പെരുന്നാളല്ല. കാരണം എന്താ? ഇവിടെ ദുൽഹജ്ജ് 9 ആകുമ്പോഴാണ് നമ്മൾ നോമ്പ് നോറ്റത്. സൗദിയിൽ ദുൽഹജ്ജ് 10 പെരുന്നാളിൻ്റെ ദിവസമാണ്. അപ്പോൾ നോമ്പിൻ്റെ അന്ന് പെരുന്നാൾ വരില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നോമ്പിൻ്റെ ദിവസം തന്നെയാണ് നോമ്പ്. ഇങ്ങനെ തന്നെയല്ലേ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയപ്പം അമൽ ചെയ്തിട്ടുണ്ടാവുക. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എപ്പാടെന്നറിയില്ല. അടുത്ത ദിവസം പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ അന്നായിരിക്കൂലേ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും നോമ്പ് നോറ്റിട്ടുണ്ട് അന്നത്തെ കാലത്തും. അപ്പോൾ അത് നോമ്പ് നോറ്റ പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് നോറ്റ ഹറാം സഹാബാക്കൾ ചെയ്തു എന്ന് പറയോ? ഇല്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നിയ്യത്ത് കരുതേണ്ടത് അറഫ ദിവസത്തിലെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി വെക്കുന്നു എന്നാണ്. നിയ്യത്തിന് ഹാജിമാർ അറഫയിൽ നിൽക്കുന്നതുമായി ഒരു ബന്ധവുമില്ല. കാരണം സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വിദൂരം പോയപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എപ്പോഴാണ് എന്നവർക്കറിയാൻ അന്നത്തെ കാലത്ത് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നറിയാമല്ലോ. അപ്പോൾ അവരും ഇങ്ങനെ തന്നെയല്ലേ നിയ്യത്ത് വെക്കുക. അതല്ലാത്തൊരു നിയ്യത്താണ് വെക്കേണ്ടതെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അറിയാൻ സാധ്യത ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് സഹാബാക്കൾക്ക് റളിയല്ലാഹു അൻഹും അന്നത്തെ കാലത്തും ഹാജിമാർ എപ്പോഴാണ് അറഫയിൽ നിൽക്കുന്നത്, ഏത് ദിവസമാണ് നിൽക്കുന്നത്
എന്ന് അറിയാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അർത്ഥം ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോമ്പ് നോക്കണം എന്ന് സഹാബാക്കളെ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് അത് വായിക്കാം. ഇൻഷാ അല്ലാഹ് കേൾക്കാം. അപ്പോൾ ആ ലിങ്ക് തുറന്നാൽ മതി. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ലിങ്ക് തുറക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം അറിയാൻ സാധ്യത ഉണ്ടായിട്ടും അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.